ടൂറിസം മേഖലയുടെ പ്രോത്സാഹനത്തിനാണ് പുതിയ മദ്യനയത്തിൽ ഊന്നലെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ്. ഇംഗ്ലീഷ് മാസം 1-ാം തീയതി ഡ്രൈ ഡേ പ്രഖ്യാപിക്കുമ്പോഴുണ്ടായ സാഹചര്യത്തിന് ഇപ്പോൾ പ്രസക്തി കുറഞ്ഞെന്ന് മന്ത്രി പറഞ്ഞു. മാരക ലഹരിമരുന്ന് മാത്രമാണ് വില്ലൻ എന്ന സമീപനത്തിലൂടെ മദ്യഷാപ്പുകളെ മാന്യവത്കരിക്കുന്ന നയമാണ് സർക്കാരിൻ്റേതെന്ന് KCBC വിമർശിച്ചു. അതിനിടെ മദ്യനയം അംഗീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. സർക്കാരിന്റെ പുതിയ മദ്യനയത്തെപ്പറ്റി വിശദീകരിക്കാനായിരുന്നു എക്സൈസ് മന്ത്രി എം പി രാജേഷ് മാധ്യമങ്ങളെ കണ്ടത്. 3 സ്റ്റാർ വരെയുള്ള ഹോട്ടലുകൾക്ക് ഡ്രൈ ഡേയിൽ ഇളവ് നൽകിയതടക്കമുള്ള മദ്യനയത്തിലെ വിവരങ്ങൾ ഇന്നലെ 24 പുറത്തുവിട്ടിരുന്നു. ഇംഗ്ലീഷ് മാസം 1-ന് ടൂറിസം പരിപാടികൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 7 ദിവസം മുമ്പ് എക്സൈസ് കമ്മീഷണർക്ക് അപേക്ഷ നൽകി 1.5 ലക്ഷം രൂപ ഫീസ് അടച്ച് ഏകദിന പെർമിറ്റ് എടുക്കണമെന്നാണ് നയത്തിലെ വ്യവസ്ഥ. ഡ്രൈ ഡേയുടെ ഫലമായിട്ട് ടൂറിസം മേഖലയിൽ വലിയ നഷ്ടമുണ്ടാവുന്നു എന്നത്. ഒരുപാട് ഇൻ്റർനാഷണൽ കോൺഫറൻസുകളും ഇവൻസും കേരളത്തിൽ നിന്നും മാറി ശ്രീലങ്കയിലേക്ക് മറ്റും പോകുന്നതിന് കാരണമായത് ഇവിടെ 1-ാം തീയതി ഡ്രൈ ഡേ ആണെന്നുള്ളതാണ്. വിനോദസഞ്ചാര മേഖലകളിലെ നക്ഷത്ര ഹോട്ടലുകളിൽ കള്ളുപാറുകൾ തുടങ്ങും. അതാത് റേഞ്ചിലെ കള്ള് ഷാപ്പിൽ നിന്ന് കള്ള് വാങ്ങി വിൽക്കാം. ഡ്രൈ ഡേയിൽ ടൂറിസം മേഖലയ്ക്ക് ഇളവ് നൽകിയതിനെ മന്ത്രി ന്യായീകരിച്ചു. പണ്ട് ശമ്പളം കയ്യിൽ വരും, അപ്പം തന്നെ ഇത് ചെലവഴിച്ച് തീർക്കുന്ന കാലത്താണല്ലോ ഇത് കൊണ്ടുവരുന്നത്. ഡ്രൈ ഡേ കൊണ്ടുവന്ന അതേ സാഹചര്യം ഇന്ന് അത്രത്തോളം പ്രസക്തമല്ല എന്ന് തന്നെ പറഞ്ഞത്. ഡ്രൈ ഡേ പൂർണ്ണമായും പിൻവലിക്കുന്നതിനുള്ള ടെസ്റ്റ് ഡോസാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് KCBC വിമർശിച്ചു. ഒരു വശത്ത് ലഹരിക്കെതിരാണെന്ന് പ്രചരിപ്പിക്കുകയും മറുവശത്ത് മദ്യലഹരിയെ ഉദാരവൽക്കരിക്കുകയും ചെയ്യുന്ന സർക്കാർ നയം ഇരട്ടത്താപ്പാണെന്നും KCBC വിമർശിക്കുന്നു. സഭയുടെ വിമർശനത്തോട് മന്ത്രി ഇങ്ങനെ പ്രതികരിച്ചു. അവർ പ്രഖ്യാപിത നിലപാടാണല്ലോ, അവരുടെ ആ നിലപാടിനെ അങ്ങനെ പറയാനുള്ള അവകാശത്തെ മാനിക്കുന്നു. 24 തിരുവനന്തപുരം.